ചെറുതായിട്ട് മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ളത് നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല? ഞാൻ എന്നെ കാണാൻ അങ്ങോട്ട് വിളിച്ച സമയത്ത് ഇവൻ നല്ല സ്മാർട്ടായിട്ട് ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു സംശയം തോന്നിയില്ല. അപ്പൊ ഇവളെ കാണാൻ വിളിച്ച സമയത്ത് ധർമ്മന്റെ അടുത്തുനിന്ന് അങ്ങോട്ട് നീങ്ങിക്കുന്നു പറഞ്ഞു ഇവളെ അങ്ങോട്ട് ഉന്തി. അപ്പൊ ഇവള് വീഴാൻ പോയ സമയത്ത് എല്ലാവരും കൂടി ചിരിക്കുന്നു. ആ സമയത്താണ് എന്നെ വിളിച്ചത്. അപ്പൊ അവൻ നല്ല ചിരിച്ചൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ട എനിക്ക് പ്രശ്നം തോന്നിയില്ല. അപ്പൊ ഈ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ അസുഖം വന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് പിന്നീട് ഈ ഭർത്താവിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടി നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ധർമ്മനോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയുമായിരുന്നോ ഇയാൾക്ക് ഈ മാനസിക പ്രശ്നം ഉണ്ടോന്ന്? ധർമ്മന്റെ അടുത്താ? ധർമ്മന്റെ അടുത്ത് ചോദിക്കുന്നതിൽ ഇപ്പോൾ തന്നെ ധർമ്മം വഴക്കായിട്ട് നിന്നു. അതൊരു പ്രശ്നത്തിന് ഇവൻ പണിക്ക് ചെന്നില്ല എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ അവന്റെ അടുത്തേക്ക് പണിക്ക് ചെന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവന്റെ അടുത്ത് മിണ്ടാറില്ല. ആ ഒരു കാരണം പറഞ്ഞാൽ മിണ്ടാത്ത അത് മിണ്ടാത്തതൊക്കെ അല്ല. പക്ഷെ ഇങ്ങനെ എന്റെ മകളുടെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇങ്ങനെ ഒരു അസുഖം നല്ലോണം ഈ നല്ലോണം അറിയുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത്രയും അറിയുന്ന ഒരാൾക്ക് ഇയാൾക്കൊരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ലയോ ഒന്നും ആ കുടുംബത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടോ ഇല്ലയോ എന്നൊന്നും അയാൾ അറിയോ എന്ന് ചോദിച്ചിട്ടേ ഇല്ലേ? ചോദിച്ചു ഞങ്ങള്. എനിക്കറിയില്ലായിരുന്നു. ചാലക്കുടിയിൽ ഇങ്ങനെ ഒരു കല്യാണത്തിന് വന്നപ്പോഴാണ് ഞാൻ അവനെ കണ്ട. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോ അവനറിയില്ലാന്ന് പറഞ്ഞു. അറിയായിരുന്നില്ലായിരുന്നു. ഈ മരുമോന് അസുഖം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഏത് സമയത്താ ബോധ്യമായത് ആദ്യമായിട്ട്? ഇവൾക്ക് സുഖമില്ലാണ്ടായുമ്പോ ഇവന് അപ്പൊ ഇവന് അമ്മയുടെ അടുത്തേക്ക് പോണവന്. ഇവന്റെ അമ്മയുടെ അടുത്തേക്ക് എന്ത് വിഷമം തട്ടിയാലും ഇവൻ ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞു പോകും. എന്നിട്ട് വീട്ടിൽ പോകുമ്പോ ഞങ്ങൾ വിളിച്ചു ചോദിക്കും എന്താണെന്ന് ചോദിച്ചാൽ. അങ്ങനെ ഒരു ദിവസം വിളിച്ച സമയത്താണ് അടുത്ത വീട്ടിലെ രാജൻ പറഞ്ഞു ചേച്ചി അവൻ ഇവിടുത്തെ അമ്മേനെ തല്ലി തണ്ടലക്കൊക്കെ ചവിട്ടി ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ മോനെ അവന് വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. എന്റെ അടുത്തൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ അടുത്തൊന്നും ചോദിക്കണ്ട എന്നും പറഞ്ഞു ഇവൻ മൊബൈൽ ഓഫ് ചെയ്തു. അപ്പൊ എനിക്ക് ഉള്ളിൽ ഇങ്ങനെ സംശയം ഉണ്ട് എന്തോ വയ്യായി ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും 2-ാം മാസത്തില് മൂത്ത കുട്ടീനെ പ്രഗ്നന്റ് ആവണ സമയത്ത് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയത്തൊക്കെ തന്നെയാണല്ലോ ഇയാൾ പോകുന്നത്. ഈ കുട്ടിക്ക് എന്തെങ്കിലും അല്ല ഈ കുട്ടിക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഇവൻ പോയി. അതൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പൊ അതൊരു ബോധപൂർവമായിട്ട് പോവുകയല്ലേ? അങ്ങനെയും ചിന്തിക്കാം. പിന്നെ വേറെ കാരണങ്ങൾ നോക്കുമ്പോ നമുക്കല്ലാന്ന് തോന്നുന്നുണ്ട്. അല്ല ഇപ്പൊ ഇയാൾക്ക് പിന്നെ മാനസികമായിട്ടുള്ള രോഗം ഉണ്ടോ എന്നുള്ള സ്ഥിരീകരിച്ചത് എപ്പോഴാണ്? അന്നാണ്. അപ്പൊ ഞാനിങ്ങനെ ഇവനെ വിളിച്ചപ്പോ ഇവൻ പറയാണ് നിങ്ങൾക്കറിയില്ല എന്റെ വിഷമം. ഞാൻ ആരോട് എന്നെ ആരും മനസ്സിലാക്കണില്ല എന്നാണ് ആള് പറയണത്. അപ്പൊ ഞാൻ ചോദിച്ചു മോനെ നിനക്ക് എന്താ അമ്മോട് തുറന്നു പറ, എന്തുണ്ടെങ്കിലും അമ്മ മോനെ മാറ്റില്ല, മോൻ എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് നെഞ്ചില് ഭയങ്കര പ്രയാസം, അതൊന്നും തൊടാത്ത രീതിയിലേ സംസാരിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അവനെ നമ്മൾ നോക്കി സംസാരിക്കുന്നത് നമ്മളവൻ നോക്കണ സമയത്ത് ഈ കണ്ണു മറക്കില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആള്. മെഡിക്കൽ റിപ്പോർട്ട്സ് ആണോ കയ്യിലുള്ളത്? അതുണ്ട് കയ്യില്. ഏതോ ഹസ്ബൻഡ് ഈ കുട്ടിയുടെ മരുമോന്റെ തരും. ഇത് മരുന്നുകളുടെ ലിസ്റ്റാണ്, അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ കൊണ്ടുപോയത്. അസുഖം എന്താണെന്നുള്ള അത് ഞാൻ പറയാം. അത് അന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിസിൻ, മദർ ഹോസ്പിറ്റൽ. ഇറ്റ്സ് നോട്ട് എ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റ് ആണോ? അതെ, സൈക്കാട്രി ആണ്. ഡോക്ടർ കെ പ്രവീൺ, MD മെഡിസിൻ, MD സൈക്കാട്രി, കൺസൾട്ടന്റ് ഫിസിഷ്യൻ. ഓക്കെ, അപ്പോ ഇവര് സൈക്കാട്രി തന്നെയാണ്. ഈ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞാനില്ല അവിടെ. അപ്പൊ എനിക്ക് ചാലക്കുടിയിൽ ഇങ്ങനെ ഒരു ചെറിയ കടയുണ്ട്. അപ്പൊ ഇത്രയും വഴി വണ്ടി കയറി പോകേണ്ടതിൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കായിരുന്നു. ശനിയാഴ്ച ദിവസം ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും, തൃശ്ശൂർക്ക് വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തിയേക്കാ. അന്ന് ഇവൾക്ക് നല്ല പനി. അപ്പൊ ഞാൻ ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി വേഗം വരുമെന്ന് പറഞ്ഞു. വെളുപ്പിന് വിളിച്ചിട്ട് രാത്രി ഒരു 10-11 മണിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി കാലത്ത് തന്നെ ഒന്ന് വരുവട്ടാ വേഗം എന്ന് പറഞ്ഞു. അപ്പൊ എന്തിയെ സുമിക്ക് വല്ല വിശേഷം ഉണ്ടോ? ഇല്ല ചേച്ചി വായു എന്ന് പറഞ്ഞു. പിന്നെ വെളുപ്പിന് വീണ്ടും വിളിച്ചേക്കും. അത് ഇത്തിരി തിരക്കിൽ വരാൻ പറഞ്ഞിട്ട് വിളിച്ചാണ്. അപ്പൊ ഞാനിത് വേഗം യാത്ര 6 മണിക്ക് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ വരുമ്പോഴേക്ക് 7:30 ആയപ്പോഴേക്ക് ഞാൻ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോ അവന്റെ അമ്മ വന്നിരിക്കുന്നുണ്ട്. അവന്റെ അമ്മേനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇവര് അനിയന്മാര്. അപ്പൊ അവന്റെ അമ്മയും വന്നിരിക്കുന്നുണ്ട്. വരുന്ന സമയത്ത് ഈ അമ്മേനെ ചോദ്യം ചെയ്യാണ് ഇവര്. അമ്മായി ഇവന് ഇതിക്ക് മുപ്പാട് ഈ അസുഖം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ വരുന്ന സമയത്ത് കേൾക്കണതാ
അമ്മായി അമ്പലത്തിന്റെ അവിടേക്ക് തിരിഞ്ഞു നിന്നിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ആള് ഇങ്ങനെ ഇരുന്ന് വിഷമിക്കാണ്. അപ്പൊ ശരിക്കും എനിക്ക് കണ്ടപ്പോ വിഷമം, ഇങ്ങനെ ഒരു വയസ്സായ ഒരു അമ്മയാണ് ആളങ്ങനെ വെച്ച് പറയുന്നത് അങ്ങനെ. അപ്പൊ അനിയന്റെ കുട്ടികൾ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ മൂത്ത അനിയന് ഇത്തിരി ദേഷ്യം കൂടുതലാണ് എന്നും പറഞ്ഞാൽ സമാധാനിപ്പിച്ച് ഞാൻ നിർത്തി. അങ്ങനെ ഞാൻ ചെന്നപ്പോ എന്താണ്ടായി എന്ന് വെച്ചപ്പോ എന്റെ അമ്മ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ അമ്മ പറഞ്ഞു, മോളെ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അപ്പൊ എന്താണ്ടായേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് വിളിച്ച് അമ്മ ഇത് പറഞ്ഞ പടനെ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേഗം ജയന്തിക്ക് വിളിച്ച് പറയുന്നു പറഞ്ഞു. ജയന്തി എന്ന് പറഞ്ഞാൽ അവന്റെ മൂത്ത പെങ്ങള്, നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം അവനെ എന്ന് വെച്ചു. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചപ്പോ ഇവ രാത്രി മരിക്കാനൊക്കെ പോണു, ഇതിന് പിടിച്ച് വച്ചേക്കായിരുന്നു. അതിരിക്കട്ടെ, തന്നെ എന്തെങ്കിലും അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞ് അവിടെ അങ്ങോട്ട് പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? എന്റെ ചോദ്യത്തിന് മറുപടി ഉപദ്രവിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടാ?